മലേഷ്യയുടെ കോലാലംപൂരിൽ പോയി കഴിഞ്ഞാൽ കോലാലംപൂരിലെ ഏറ്റവും തിരക്കേറിയ ഒരു നൈറ്റ് ലൈഫ് മാർക്കറ്റുണ്ട്. അതിൻ്റെ പേര് വന്നിട്ട് ഒരു പ്രത്യേകതരം പേരാണ് ബുക്കിറ്റ് ബിൻതാങ് എന്നാണ്. അപ്പോൾ ഇവിടേക്ക് പോയി കഴിഞ്ഞാലുള്ള കാഴ്ചകളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. നമ്മൾ ഈ കാണുന്നതെല്ലാം ബുക്കിറ്റ് ബിൻതാങ്ങിൻ്റെ കാഴ്ചയാണ് കേട്ടോ. ബിൻതാങ് എന്ന് പറയുന്നത് ഒരു അക്ഷരാർത്ഥത്തിൽ ഒരു നൈറ്റ് ലൈഫ് ഏരിയയാണ്. ഇപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളോട് കൂടിയാണ് ഇത് ആക്റ്റീവ് ആവുക. വെളുക്കുന്നത് വരെ ഇതിൻ്റെ ഒരു തിരക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ആളുകൾ ഇങ്ങനെ ഒഴുകുന്ന ഒരു കാഴ്ചയാണ് ഇതിനകത്ത് നമുക്ക് കയറി കഴിഞ്ഞാൽ കാണാനാകുക. മലേഷ്യയുടെ എല്ലാത്തരം ഫുഡുകളും അതുപോലെ തന്നെ ഫ്രൂട്ട്സും നമുക്ക് ഗ്രിൽഡ് ഐറ്റംസും ഒക്കെ കിട്ടുന്ന ഒരു പൊളി വയബുള്ള ഒരു സ്ഥലം, അതാണ് ബുക്കിറ്റ് ബിൻതാങ്. മറ്റൊരു പ്രത്യേകതയുള്ളതെന്നറിയോ, മലേഷ്യയിലേക്കാണ് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും ചെലവ് ചുരുക്കി നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വിദേശ രാജ്യം എന്ന് പറയുന്നത് മലേഷ്യയാണ്. ശരിക്കും മലേഷ്യയിൽ 25,000 രൂപ പോക്കറ്റിലുള്ള ആർക്കും തന്നെ മലേഷ്യയിൽ ഓണറബിൾ വിസയിൽ നിങ്ങൾക്ക് 4-5 ദിവസം പോയി താമസിച്ച് കാഴ്ചകളൊക്കെ കണ്ടു വരാനായിട്ട് കഴിയും. അങ്ങനെ നിങ്ങൾ കാഴ്ച കാണാനായിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ നേരെ പോവേണ്ടത് കോലാലംപൂരിലേക്കാണ്. കോലാലംപൂർ വന്നു കഴിഞ്ഞാൽ ഒത്തിരി കാഴ്ചകളുണ്ട്. ആ കാഴ്ചകൾ കാണുന്നതിൻ്റെ കൂടെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനും തിരഞ്ഞെടുക്കേണ്ട അടിപൊളി മാർക്കറ്റാണ് നമ്മൾ ഈ കാണുന്ന ബുക്കിറ്റ് ബിൻതാങ് എന്ന് പറയുന്ന ഈ ഒരു മനോഹരമായിട്ടുള്ള നൈറ്റ് ലൈഫ് മാർക്കറ്റ്. അങ്ങനെ ഫുഡ് കഴിക്കാൻ എത്തുന്നവരുടെ ഒരു വലിയ ഒരു നിരയാണ് നമുക്ക് എവിടെ നോക്കിയാലും കാണാൻ കഴിയുക. മലേഷ്യയിലെ തനത് വിഭവങ്ങൾ കൂടാതെ ചൈനീസും കോണ്ടിനെൻ്റലും അപ്പം തന്നെ നമ്മുടെ തമിഴ് സ്റ്റൈലുള്ള നിരവധി ഫുഡും ഒക്കെ കിട്ടുന്ന സ്ഥലങ്ങൾ. ശരിക്കും ഹലാലും നോൺ ഹലാലും എല്ലാം ഇവിടെ ഉണ്ട്. നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ അഭിരുചിക്ക് ഇറങ്ങിയിട്ടുള്ള എല്ലാത്തരം വിഭവങ്ങളും കിട്ടുന്ന കടകൾ ഈ ഒരു ഏരിയയിലുണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കോലാലംപൂരിൽ വരികയാണെങ്കിൽ ബുക്കിറ്റ് ബിൻതാങ് മറക്കണ്ട. ഫുഡിൻ്റെ കാര്യത്തിൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇമ്മാതിരി ഒരു സ്ഥലം മലേഷ്യയിൽ ഇല്ല എന്നാണ് ഇവിടെയുള്ള നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞത്. അപ്പോൾ ഞാനും ട്രൈ ചെയ്തു, ഒത്തിരി ഫുഡ് നമ്മൾ ട്രൈ ചെയ്തു. പക്ഷേ ഞാനത് ആ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു നിർഭാഗ്യവശാൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത്. രാത്രി നമ്മളൊരു 2 മണിക്കൊക്കെയാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അത്രയും നൈറ്റിൽ ഈ ഒരു തിരക്കാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഒപ്പം തന്നെ സ്ട്രീറ്റിൽ ഒത്തിരി പാട്ടുകാരും അതുപോലെ സ്ട്രീറ്റ് ഡാൻസേഴ്സും ഒക്കെ ഉണ്ട് ഇവിടെ. നമുക്കിപ്പോൾ അവരുടെ പരിപാടികളൊക്കെ കണ്ടിട്ട് ഇതൊക്കെ നമുക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. ഒപ്പം തന്നെ അവർക്ക് ഒത്തിരി പേര് വന്ന് ടിപ്പൊക്കെ ഇട്ട് പോകുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയെന്ന് പറയുന്നത് ഇവിടെ എല്ലാത്തരം ആൾക്കാരും സാമ്പത്തികം ഉള്ളവരും സാധാരണക്കാരും ഒക്കെ ഒരേപോലെ ഫുഡ് കഴിക്കാൻ വരുന്ന ഒരു ഏരിയ കൂടിയാണ് കേട്ടോ ബുക്കിറ്റ് ബിൻതാങ് എന്ന് പറയുന്ന ഈ ഒരു നൈറ്റ് ലൈഫ് ഏരിയ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നമ്മുടെ പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. ഒപ്പം തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.